വയനാട് പുനരധിവാസ പദ്ധതിക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. ഭൂമി ഏറ്റെടുക്കൽ, വീടുകളുടെ നിർമ്മാണം, പുനരധിവാസം തുടങ്ങിയ വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും. ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിശദമായ ചർച്ച നടക്കും. വീട് നിർമ്മിച്ചു നൽകുമെന്ന് വാഗ്ദാനം ചെയ്തവരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തും. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ആദ്യം തന്നെ എന്തായാലും ഇന്ന് പ്രത്യേക യോഗം ചേരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ പുതുവർഷ ദിനത്തിൽ തന്നെ അവിടുത്തെ ദുരിതബാധിതർക്ക് ദുരിതബാധിതരുടെ കുടുംബാംഗങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് അവർ കാത്തിരിക്കുന്നത്. ആ ഒരു വാർത്തയ്ക്കാണെന്ന് കാത്തിരിക്കുന്നത്. മന്ത്രിസഭാ യോഗം ഇന്ന് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. കഴിഞ്ഞ ആഴ്ച ചേരേണ്ട മന്ത്രിസഭാ യോഗമായിരുന്നു MD വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച യോഗം. ഇന്ന് ഇത് പ്രധാനമായും ചർച്ച ചെയ്യുക പുനരധിവാസ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ, ശാരദാ മുരളീധരൻ തയ്യാറാക്കിയ ഒരു പദ്ധതിയുണ്ട്, അതിന്റെ കരടുണ്ട്. ആ കരടിന് ഇന്ന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. ടൗൺഷിപ്പ് ഏത് മാതൃകയിൽ വേണം, ടൗൺഷിപ്പിൽ ആദ്യഘട്ടത്തിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തും തുടങ്ങിയ വളരെ വിശദമായ ഒരു പദ്ധതി രേഖയാകും ഇന്ന് സർക്കാർ അംഗീകരിക്കാൻ പോകുന്നത്. അതിനുശേഷം അതിന്റെ പ്രഖ്യാപനവും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയേക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലെ സ്പോൺസർമാരുടെ ഒരു യോഗവും മുഖ്യമന്ത്രി, പ്രധാനപ്പെട്ട സ്പോൺസർമാരുടെ ഒരു യോഗം മുഖ്യമന്ത്രി ഇന്ന് വിളിച്ചിട്ടുണ്ട്. അതിലും എങ്ങനെയാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം സർക്കാർ വിശദീകരിക്കും. സർക്കാരിന് പണം നൽകാവുന്നവർക്ക് പണം നൽകാം, എങ്ങനെയാണ് അവരുടെ താല്പര്യം, എത്ര വീടുകളാണ് ഓരോരുത്തരും എന്ന കാര്യം സർക്കാർ ഇതിനകം തന്നെ ആ കണക്ക് എടുത്തു കഴിഞ്ഞു. ഓരോ സ്പോൺസറും നൽകുന്ന വീടുകളുടെ കണക്കും എന്നൊക്കെ സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അനുകൂലമായ വിധി സർക്കാരിനുണ്ടായത് ഭൂമി ഏറ്റെടുക്കാം, 2 എസ്റ്റേറ്റുകളിൽ നിന്നും ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ മുന്നോട്ട് പോകാമെന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിധി സർക്കാർ ലഭിച്ചു. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് സർക്കാർ നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. രാവിലെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഇക്കാര്യങ്ങൾ വിശദമായ ചർച്ചയുണ്ടാകും. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലൊരു ടൗൺഷിപ്പാണ് സർക്കാർ അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കൃത്യമായ പ്ലാൻ അടക്കമുള്ളവ സർക്കാർ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് സ്പോൺസർമാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള സർക്കാർ പ്രധാനപ്പെട്ട ചുമതലയുമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാകും. അരുൺ, ഒന്ന് ഈ അതിതീവ്ര ദുരന്തമായി കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം വന്നെങ്കിലും നമ്മൾ ചോദിച്ച പല കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടില്ല. അക്കാര്യത്തിൽ കൂടുതൽ കേന്ദ്രത്തോട് സഹായം ആവശ്യപ്പെടുന്നതും മറ്റും ഇന്ന് ചർച്ച ചെയ്യുമോ? പ്രധാനമായും പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ചർച്ചയാകുന്നത്. സ്വാഭാവികമായും കേന്ദ്രം അതിതീവ്ര ദുരന്തങ്ങളുടെ പട്ടികയിൽ വയനാട് ദുരന്തത്തെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത് സർക്കാർ വലിയ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കേന്ദ്ര സർക്കാർ നൽകിയെന്ന് പറയുന്ന തുക മാത്രമല്ല, വലിയ സാമ്പത്തിക സഹായം ലഭിക്കും. അത് ഒരുപക്ഷെ സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം നൽകുമെന്നും ഉറപ്പാണ്. കാരണം വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം കടന്നുപോകുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി അതിനുള്ള ദുരന്തം ഉണ്ടായത്. അപ്പോഴും വലിയ രീതിയിൽ ആളുകളുടെ സഹായമൊക്കെ ഉണ്ടായിരുന്നാൽ അത് മാത്രം പോരാ, സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കേന്ദ്രത്തിന്റെ വലിയ ഒരു സഹായം പല കാര്യങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. അത് ഈ അതിതീവ്ര ദുരിതമായി പ്രഖ്യാപിച്ചതോടുകൂടി ആ സഹായം ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അത്തരം കാര്യങ്ങളും സ്വാഭാവികമായും ചർച്ച ചെയ്ത് പോകും. എങ്കിലും ഈ വയനാട് പുനരധിവാസ പദ്ധതിയുടെ കൃത്യമായ പദ്ധതി രേഖയാകും ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഇന്ന് ഉണ്ടായേക്കും. കഴിഞ്ഞ തവണ അങ്ങനെയാണ്, കണ്ണൂരിൽ അദ്ദേഹം ഉള്ള സമയത്താണ് കഴിഞ്ഞ മന്ത്രിസഭായോഗം ചേരാനിരുന്നത്. അവിടെ വെച്ച് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചതുമാണ്. ഇവിടെയും സമാനമായി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പദ്ധതിയെപ്പറ്റി വിശദീകരിക്കും. എങ്ങനെയാണ് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മാത്രമാണ് പുറത്തു വന്നത്. അതിന്റെ വിശദമായ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് അരുൺ. മറ്റൊരു വാർത്ത, നിയുക്ത ഗവർണർ